റഷ്യയിലെ അങ്കാർസ്ക് എന്ന നഗരം. മഞ്ഞുവീണ രാത്രികളിൽ ആ നഗരത്തിന്റെ തെരുവിലൂടെ നടന്നുപോയ പലരും പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. അവർ എങ്ങോട്ടാണ് പോയത്? ആരാണ് അവരെ അപായപ്പെടുത്തിയത്? വർഷങ്ങളോളം ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. ഒടുവിൽ ആ സത്യം പുറത്തു വന്നപ്പോൾ ലോകം നടുങ്ങി. കാരണം ആ കൊലയാളി ഒരു അപരിചിതനായിരുന്നില്ല. അത്രനാളും കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായ. കളങ്കാവലിലെ സ്റ്റാൻലി ദാസുമായി ഏറെ സാമ്യതകളുള്ള സീരിയൽ കില്ലർ മിഖായിൽ വിക്ടോറോവിച്ച് പോപ്കോവ്. പകൽ സമയത്ത് അയാൾ മികച്ച അന്വേഷണ പാഠവുമുള്ള കൃത്യനിർവഹണത്തിൽ ഒട്ടും അമാന്തം കാണിക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. കുടുംബത്തിന് അയാൾ സ്നേഹനിധിയായ ഭർത്താവും നല്ലൊരു അച്ഛനുമായിരുന്നു. മകളുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛൻ. എന്നാൽ രാത്രിയാകുന്നതോടെ അയാളുടെ രൂപം മാറും. പോലീസ് വാഹനത്തിൽ അയാൾ ഇരകളെ തേടിയിറങ്ങും. ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സ്ത്രീകളെ സഹായിക്കാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റും. പോലീസുകാരനായതുകൊണ്ട് തന്നെ ആരും അയാളെ സംശയിച്ചില്ല. ആളൊഴിഞ്ഞ പ്രദേശത്ത് എത്തിച്ച് ഒട്ടും ദയയില്ലാതെ ഓരോ സ്ത്രീകളെയും അയാൾ ബലാത്സംഗം ചെയ്തു കൊന്നു. ക്രൂരമായ രീതിയിൽ കത്തി, കോടാലി തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മിഖായലിന്റെ ഓരോ കൊലപാതകവും. ശേഷം തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ അയാൾ സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങും. 18 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളായിരുന്നു മിഖായലിന്റെ ഇരകളിൽ ഭൂരിഭാഗവും. വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, ഫാക്ടറി ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ, അമ്മമാർ, ലൈംഗിക തൊഴിലാളികൾ തുടങ്ങി എല്ലാത്തരം സ്ത്രീകളും അയാളുടെ ഇരകളായി. മിക്ക മൃതദേഹങ്ങളും വികൃതമാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. പല മൃതദേഹങ്ങളിൽ നിന്നും തല വെട്ടിമാറ്റുകയും ഹൃദയം തുരന്നെടുക്കുകയും ചെയ്തു. 1992 മുതൽ 2010 വരെ അയാൾ തന്റെ വേട്ടയാടൽ തുടർന്നു. അക്കാലത്ത് ഓരോ ദിവസവും പുലർന്നിരുന്നത് കൊലപാതക വാർത്തകളോടെയായിരുന്നു. ഓരോ കൊലപാതക കേസുകളും പോലീസ് രജിസ്റ്റർ ചെയ്ത് അജ്ഞാതനായ ആ കൊലയാളിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഈ കേസുകളുടെ എല്ലാം അന്വേഷണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ പലപ്പോഴും പോപ്കോവ് ഉണ്ടായിരുന്നു. ഒരേ സമയം കൃത്യനിർവഹണം നടത്തുന്ന നിയമപാലകനും അടുത്ത ഇരകളെ തേടുന്ന കൊടും ക്രിമിനലുമായിരുന്നു അയാൾ. ഒടുവിൽ 2012 പോപ്കോവ് വലയിലാകുന്നത്. ഇയാളുടെ കൊലക്കത്തിക്ക് മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു യുവതിയുടെ മൊഴിയും കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച തെളിവുകളും പോപ്കോവിലേക്ക് വിരൽ ചൂണ്ടി. DNA പരിശോധനകൾ പോപ്കോവ് തന്നെയാണ് കൊലപാതക പരമ്പരകൾക്ക് പിന്നിലെന്ന് സ്ഥിരീകരിച്ചു. ആദ്യം ഏതാനും കൊലപാതകങ്ങൾ മാത്രം സമ്മതിച്ച അയാൾ പിന്നീട് വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 18 വർഷത്തിനുള്ളിൽ ഏകദേശം 83ഓളം സ്ത്രീകളെ താൻ കൊലപ്പെടുത്തിയെന്ന് അയാൾ സമ്മതിച്ചു. പക്ഷേ പോപ്കോവ് 200ഓളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാകാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. റഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലറായി അയാൾ മാറി. മാധ്യമങ്ങളും ലോകവും അയാളെ ചെന്നായ എന്ന് പേരിട്ട് വിളിച്ചു. കൊലപാതക പരമ്പരകളെ കുറിച്ച് പോപ്കോവ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് 2 ജീവിതങ്ങളുണ്ടായിരുന്നു. ഒന്നിൽ ഞാനൊരു സാധാരണ മനുഷ്യനും മറ്റൊന്നിൽ ഞാനൊരു കൊലപാതകിയുമായിരുന്നു. പങ്കാളി എലേനയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് തന്റെ ഉള്ളിലെ അക്രമാസക്തമായ പ്രേരണകൾ ഉണർത്തിയതെന്നും പോപ്കോവ് പറയുന്നു. അധാർമികതയുടെ പാത പിന്തുടരുന്ന സ്ത്രീകളെ കൊലപ്പെടുത്തി ലോകം ശുദ്ധീകരിക്കുകയായിരുന്നു താനെന്നായിരുന്നു പോപ്കോവിന്റെ അവകാശവാദം. പബ്ബിലും ബാറിലും പോകുന്നവരും വിവാഹേതര ബന്ധങ്ങളുള്ള സ്ത്രീകളുമെല്ലാം അധാർമികതയുടെ പാതയിൽ നടക്കുന്നവരാണെന്ന് പോപ്കോവ് വിശ്വസിച്ചു. ആകെ എത്ര പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന ചോദ്യത്തിന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല, ഞാൻ രേഖകൾ സൂക്ഷിച്ചിരുന്നില്ല എന്നും പോപ്കോവ് സൈബീരിയൻ കോടതിയിൽ പറഞ്ഞു. 2025 ഓഗസ്റ്റിൽ 2 പേരെ കൂടി കൊലപ്പെടുത്തിയിരുന്നുവെന്ന് പോപ്കോവ് അവസാന വെളിപ്പെടുത്തൽ നടത്തി. 2 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ലോകം കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലറുടെ ശിഷ്ടജീവിതം അഴികൾക്കുള്ളിലാണ്. സംരക്ഷകനാകേണ്ട ആൾ തന്നെ വേട്ടക്കാരനായ മിഖായിൽ പോപ്കോവിന്റെ കഥ ഇന്നും ഒരു പേടി സ്വപ്നമായി തുടരുന്നു.